മൂന്നാർ മാങ്കുളത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രക്കിങ്ങിലേക്കാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കുടജാദ്രിയിലെയൊക്കെ ട്രക്കിംഗ്. ഓഫ് റോഡ് ട്രിപ്പ് ഒന്നും ഇല്ല ഇവിടുത്തെ ഓഫ് റോഡ് വെച്ച് നോക്കുമ്പോൾ. ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഏറ്റവും അധികം കേരളത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. പിന്നീട് ഈ കാണുന്നതൊക്കെ ഞങ്ങൾ ട്രക്കിങ്ങിലേക്ക് പോകുന്ന വഴികളാണ്. ഇത് പിന്നെ നമ്മൾ 4 മണിക്ക് കഴിച്ച പലഹാരങ്ങളും ഒക്കെയാണ് ഇതിനകത്ത്. ഇത് പിന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും മുളയ്ക്കകത്ത് വേവിച്ച കപ്പയാണ്. നല്ല വെന്തിട്ടാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വരുന്നത് മുളയ്ക്കകത്ത് തന്നെ കറി വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റാണ്. വെന്തിട്ട് കുഴച്ച് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന മെമ്പേഴ്സിൻ്റെ എക്സ്പ്രഷനാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ പിന്നെ നമ്മുടെ ഓഫ് റോഡ് വീണ്ടും നമ്മൾ തുടരുന്നതിൻ്റെ വഴികളാണ്. അവിടെ കുഞ്ഞു അരുവികളും ഒക്കെ ഉണ്ട്. മൺസൂൺ സീസൺ ആണല്ലോ ഇപ്പം. പിന്നെ അതിഭയങ്കരമായ കല്ലുകളൊക്കെയാണ്. ഓഫ് റോഡ് ആകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അത്രയാണ് നമ്മുടെ മാങ്കുളത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. അതുപോലെ തന്നെ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മൾ ഈ ഓഫ് റോഡ് പോകുന്ന സമയത്ത് 3 സ്ഥലങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. 2 വാട്ടർഫോൾസും പിന്നെ ഞങ്ങളെ കാണിച്ചത് ആനക്കുളമാണ്. അവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പം ആനകൾ വന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് വെള്ളമൊക്കെ കുടിക്കും. നമുക്കതിൻ്റെ പിക്ചർ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ കാണുന്നത് ഒരു അരുവിയാണ്. അത് നമ്മൾ റിവർ ക്രോസിംഗ് ആണ്. പിന്നെ ഇത് വാട്ടർഫോൾസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ, അതായത് ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഭയങ്കര മഴയായതുകൊണ്ട് മൺസൂൺ സീസൺ ആയതുകൊണ്ട് ഭയങ്കര കുത്തൊഴുക്കൊക്കെ ആയിരുന്നു. ഭയങ്കര ഒഴുക്കായിരുന്നു വാട്ടർഫോൾസിൽ. നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് ദൂരെ നിന്ന് കാണാനേ സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് മാങ്കുളത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത വ്യൂസും ഒക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മൺസൂൺ തുടങ്ങി. ഇനിയിപ്പോൾ കോടയും മഞ്ഞും മഴയൊക്കെ ആയിട്ടുള്ള വേറൊരു ലോകമായിട്ടാണ് നമ്മളിനി കാണാൻ പോകുന്നത്.